നമസ്കാരം. മേജർ രവിക്ക് കൃത്യമായ മറുപടി കിട്ടിയിരിക്കുന്നു. വിസ്മയ മോഹൻലാൽ, നിങ്ങൾ പൊളിച്ചു. നിങ്ങൾക്ക് രാഷ്ട്രീയമില്ലെന്ന് പറഞ്ഞ് കൊച്ചാക്കാൻ ശ്രമിച്ച മേജർ രവിക്ക് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി കാണും നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് എന്ന കാര്യം. ഒരു ജനാധിപത്യ രാജ്യത്ത് പൗരന്റെ ഏറ്റവും വലിയ കരുത്ത് എന്താണ്? അത് തന്റെ നിലപാടുകൾ ഭയമില്ലാതെ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം തന്നെയാണ്. ഭരണകൂടത്തിന്റെ ശരി തെറ്റുകളെ ചോദ്യം ചെയ്യാനുള്ള ആർജവമാണ്. പ്രത്യേകിച്ച് അനീതി കണ്ടാൽ അതിനെതിരെ ശബ്ദമുയർത്തുക എന്നത് ഏതൊരു ബോധമുള്ള പൗരന്റെ കടമയാണ്. എന്നാൽ ആ ശബ്ദമുയർത്തുന്നത് സമൂഹത്തിൽ പ്രമുഖരായ വ്യക്തികളുടെ മക്കളാകുമ്പോൾ അല്ലെങ്കിൽ വലിയ താരങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ളവരാകുമ്പോൾ അതിന് ലഭിക്കുന്ന സ്വീകാര്യതയും അതേസമയം അവർ നേരിടേണ്ടി വരുന്ന ആക്രമണങ്ങളും ചെറുതല്ല. അത്തരത്തിൽ അടുത്ത കാലത്ത് കേരള സമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഡൽഹി ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭവും അതിനെ പിന്തുണച്ചുകൊണ്ട് മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ എടുത്ത ശക്തമായ നിലപാടും. നമ്മുടെ രാജ്യത്ത് വിദ്യാർത്ഥികളും യുവജനങ്ങളും തെരുവിലിറങ്ങി സമരം ചെയ്യുമ്പോൾ ഒരു ഭരണകൂടം അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? ജനാധിപത്യപരമായ രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ കേൾക്കാനും പരിഹരിക്കാനുമാണോ, അതോ ക്രൂരമായ അടിച്ചമർത്തലിന്റെ ഭാഷയിലാണോ ഭരണകൂടം സംസാരിക്കേണ്ടത്? വളരെ പ്രസക്തമായ ഈ ചോദ്യമാണ് വിസ്മയ മോഹൻലാൽ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ അന്ന് ലോകത്തോട് ചോദിച്ചത്. ഡൽഹിയുടെ തെരുവുകളിൽ പെൺകുട്ടികളും വിദ്യാർത്ഥികളും നേരിടേണ്ടി വന്ന ക്രൂരമായ അനീതിയും പോലീസിന്റെ അടിച്ചമർത്തലും കണ്ടപ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ ആ പെൺകുട്ടിക്കും സാധിച്ചില്ല. അച്ഛന്റെ പ്രശസ്തിയുടെ തണലിൽ സുരക്ഷിതമായി ജീവിക്കാൻ അവസരമുണ്ടായിട്ടും സാമാന്യം മാനവികതയുടെ ഭാഗമായി ആ പെൺകുട്ടി ശബ്ദമുയർത്തി. അതിനെതിരെ എന്തൊക്കെയാണ് അവൾ നേരിടേണ്ടി വന്നത്? കൃത്യമായ രാഷ്ട്രീയവും മാനവികതയും ഉയർത്തിപ്പിടിച്ച ആ സോഷ്യൽ മീഡിയ പ്രതികരണത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് വിസ്മയക്ക് നേരിടേണ്ടതായി വന്നത്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നിലപാട് പറയുന്നവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക എന്ന കുപ്രസിദ്ധമായ രീതി വിസ്മയക്ക് നേരെയും പ്രയോഗിക്കപ്പെട്ടു. സംഘടിതമായ സൈബർ അറ്റാക്കുകളാണ് അന്ന് ആ പെൺകുട്ടിയുടെ അക്കൗണ്ടുകളിൽ നടന്നത്. ഒരു പെൺകുട്ടി തന്റെ ആശയങ്ങൾ പറയുമ്പോൾ അതിനെ ആശയം കൊണ്ട് നേരിടുന്നതിന് പകരം അധിക്ഷേപങ്ങൾ കൊണ്ടും അസഭ്യങ്ങൾ കൊണ്ടും മൂടാനാണ് വലിയൊരു കൂട്ടം മലയാളികൾ തന്നെ ശ്രമിച്ചത്. ഇതിനിടയിലാണ് മോഹൻലാലിന്റെ അടുത്ത സുഹൃത്തും സംവിധായകനുമായ മേജർ രവി ഈ വിഷയത്തിൽ തികച്ചും വിരുദ്ധമായ ഒരു നിലപാടുമായി രംഗത്ത് വന്നത്. എപ്പോഴും ഒരു പ്രത്യേക വലതുപക്ഷ രാഷ്ട്രീയത്തെയും BJP നിലപാടുകളെയും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് മേജർ രവി എന്നത് ഏവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് വലിയ തെറ്റുണ്ട് എന്നും സമരം വളരെ മോശമാണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. അത് അദ്ദേഹത്തിന്റെ വാദമാണ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാകട്ടെ, അതിനൊരു കുഴപ്പവുമില്ല. അത് മാത്രവുമല്ല, വിസ്മയ മോഹൻലാലിന് രാഷ്ട്രീയം അറിയില്ലെന്ന് പൊതുവേദിയിൽ പരസ്യമായി പറയുകയായിരുന്നു മേജർ രവി ചെയ്തത്. അതാണ് പ്രശ്നമുണ്ടാക്കിയത്. വിയറ്റ്നാമിലും വിദേശത്തുമായി പഠിച്ചു വളർന്ന ഒരു കുട്ടിക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയം എന്താണെന്ന് അറിയില്ലെന്നായിരുന്നു മേജർ രവിയുടെ പ്രധാനമായ പരിഹാസം. വിസ്മയ രാഷ്ട്രീയം സംസാരിക്കേണ്ടതില്ലെന്നും കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പ്രതികരിച്ചത് എന്നുമുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഒരു വ്യക്തിയുടെ അനുഭവങ്ങളെയും സാമൂഹിക കാഴ്ചപ്പാടുകളെയും കേവലം അവർ പഠിച്ച സ്ഥലത്തിന്റെ പേരിൽ അളക്കാൻ ശ്രമിച്ച ആ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ പിന്നീട് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. ഒരാൾക്ക് അനീതിക്കെതിരെ പ്രതികരിക്കാൻ പ്രത്യേക രാഷ്ട്രീയ പാർട്ടി അംഗത്വമോ ഇന്ത്യയിൽ തന്നെ പഠിച്ച സർട്ടിഫിക്കറ്റോ വേണമെന്ന മേജർ രവിയുടെ യുക്തിയില്ലാത്ത വാദങ്ങൾ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു. ആ ഘട്ടത്തിലാണ് സാംസ്കാരിക നായകനും പ്രശസ്ത ചിന്തകനുമായിട്ടുള്ള MN കാരശ്ശേരി മാഷ് ചാനൽ ചർച്ചകൾ വന്ന് ഇതിന് കൃത്യവും വളരെ വ്യക്തവുമായിട്ടുള്ള മറുപടി നൽകുന്നത്. മേജർ രവിയുടെ വാദങ്ങളുടെ അർത്ഥശൂന്യത അദ്ദേഹം തുറന്നുകാട്ടി. രാഷ്ട്രീയം പറയുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിക്കലോ കക്ഷി രാഷ്ട്രീയം പറയലോ അല്ലെന്ന് കാരശ്ശേരി മാഷ് കൃത്യമായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളല്ലാത്ത മറ്റൊരു വ്യക്തിക്ക് അപകടം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകൾക്കും അനീതികൾക്കും ഇരയാകുമ്പോൾ അത് അവർക്ക് മാത്രമല്ല നാളെ നമുക്കും സംഭവിക്കാവുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവർക്കൊപ്പം നിൽക്കുക എന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയം. അത് പലർക്കും ഇവിടെ അറിയില്ല. ആ രാഷ്ട്രീയത്തെ കുറിച്ചാണ് മാഷ് സംസാരിച്ചത്. കൊടി പിടിക്കുന്നവരുടെ സ്വാർത്ഥമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയമല്ല വിസ്മയ സംസാരിച്ചത്. മറിച്ച് ഈ രാജ്യത്തെ പെൺകുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും തെരുവിൽ നേരിടേണ്ടി വന്ന അനീതിക്കെതിരെയുള്ള മാനവിക നിലപാടായിരുന്നു അത്. ഒരു പൗരൻ എന്ന നിലയിലുള്ള ബോധ്യമാണ് അവിടെ. കാരശ്ശേരി മാഷിന്റെ ഈ പ്രസ്താവന മേജർ രവിക്കും അദ്ദേഹത്തെ പിന്തുണച്ചവർക്കും വലിയൊരു ആശയപരമായിട്ടുള്ള മറുപടി തന്നെയായിരുന്നു. എന്നാൽ ആരോപണങ്ങൾക്കും സൈബർ അധിക്ഷേപങ്ങൾക്കും മുന്നിൽ തളർന്നു പോകുന്ന ആളല്ല താനെന്ന് വിസ്മയ മോഹൻലാൽ പിന്നീട് തെളിയിക്കുന്നതാണ് നമ്മൾ കണ്ടത്. തന്റെ പുതിയ സിനിമയായിട്ടുള്ള തുടക്കം റിലീസുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിൽ മാധ്യമ പ്രവർത്തകർ ഈ വിഷയം വീണ്ടും ഉയർത്തിയപ്പോൾ അതിശയകരമായ ആർജവത്തോടെയാണ് വിസ്മയ സംസാരിച്ചത്. താൻ എന്ന് പറഞ്ഞ നിലപാടിൽ നിന്ന് ഒരു അടി പോലും പിന്നോട്ടില്ല എന്ന് വിസ്മയ തുറന്നു പറഞ്ഞു.
അന്ന് പറഞ്ഞത് തന്റെ കൃത്യമായ നിലപാടാണെന്നും അതിൽ യാതൊരുവിധ പശ്ചാത്താപവും ഇല്ല എന്നും താൻ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്നും അവൾ കൃത്യമായിട്ട് വ്യക്തമാക്കി കഴിഞ്ഞു. മലയാളികളിൽ ഒരു വിഭാഗം അഴിച്ചുവിട്ട ക്രൂരമായ സൈബർ ആക്രമണങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അത്തരം ബുള്ളിങ്ങുകൾ തന്നെ ഒട്ടും ബാധിക്കുന്ന വിഷയമല്ലെന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ വിസ്മയ പറഞ്ഞു. ആളുകൾ എന്തു പറയുന്നു എന്ന് നോക്കിയല്ല താൻ അഭിപ്രായങ്ങൾ പറയുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായിട്ടല്ല താൻ സംസാരിച്ചത്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ അനീതി കണ്ടപ്പോൾ അതിനോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്തതെന്നും വിസ്മയ തെളിയിച്ചു. തനിക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞ മേജർ രവിക്കുള്ള ശക്തമായ മറുപടി കൂടിയായിരുന്നു വിസ്മയുടെ ഈ ഉറച്ച വാക്കുകൾ. ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ സാക്ഷരതയെ അളക്കാനോ അവർക്ക് സംസാരിക്കാൻ അർഹതയില്ലെന്ന് വിധിക്കാനോ മേജർ രവിക്കോ മറ്റേതെങ്കിലും വ്യക്തികൾക്കോ യാതൊരു അധികാരവുമില്ലെന്ന് സ്വന്തം നിലപാടുകളിലൂടെ വിസ്മയിത തെളിയിച്ചിരിക്കുന്നു. അധികാരം ആരും അവർക്ക് എഴുതി കൊടുത്തിട്ടില്ല. വിസ്മയ മോഹൻലാൽ കേവലം മോഹൻലാലിന്റെ മകൾ എന്ന വിലാസത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരാളല്ല. അവൾ സ്വന്തമായി ചിന്താശേഷിയുള്ള, വായനാശീലമുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള, ഈ രാജ്യത്തെ ഉത്തരവാദിത്തമുള്ള ഒരു പൗര കൂടിയാണ്. രാജ്യത്ത് വലിയൊരു പ്രക്ഷോഭവും അനീതിയും നടക്കുമ്പോൾ സ്വന്തം അച്ഛന്റെ സിനിമകളെ കുറിച്ചോ പ്രതിച്ഛായയെ കുറിച്ചോ വേവലാതിപ്പെടാതെ കൃത്യമായ ഒരു നിലപാട് പരസ്യമായി പറയാൻ ആ പെൺകുട്ടി കാണിച്ച ധൈര്യം പ്രശംസിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ സിനിമാ മേഖലയിലോ സാംസ്കാരിക മേഖലയിലോ ഉള്ള പല പ്രമുഖരും പലപ്പോഴും സേഫ് ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നവരാണെന്ന് നമുക്കറിയാം. രാഷ്ട്രീയവും സാമൂഹികവുമായ വിഷയങ്ങളിൽ അഭിപ്രായം പറയാതെ ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നതാണ് ഭൂരിഭാഗം പേരുടെയും ഒരു രീതി. നിലപാടുകൾ പറഞ്ഞാൽ സിനിമയിലെ അവസരങ്ങൾ നഷ്ടമാകുമോ, സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമോ, വലിയ വിവാദങ്ങളിൽ അകപ്പെടുമോ എന്ന ഭയമായിരിക്കാം പലരെയും മിണ്ടാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ശബ്ദമുയർത്തിയ ആള് തന്നെയാണ് വിസ്മയ മോഹൻലാൽ. ആ ഭീരുക്കളുടെ കൂട്ടത്തിൽ നിന്നും വേറിട്ട് നിന്നുകൊണ്ട് അനീതിക്കെതിരെ കൃത്യമായ നിലപാടെടുക്കുകയും വിമർശനങ്ങൾ വന്നിട്ടും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത വിസ്മയ മോഹൻലാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു വലിയ മാതൃക തന്നെയാണ്. അതിന് ഇന്ത്യയിൽ പഠിക്കണമെന്നോ കൊടി പിടിക്കണമെന്നോ ഇല്ല. ചില രാഷ്ട്രീയ ചേരികൾ തങ്ങൾ പറയുന്നത് മാത്രമാണ് ശരിയെന്നും തങ്ങളുടെ രാഷ്ട്രീയം മാത്രമാണ് ദേശസ്നേഹമെന്നും വിശ്വസിക്കാറുണ്ട്. നമുക്ക് അറിയാമല്ലോ അവരെ കുറിച്ച്. എന്നാൽ കാര്യങ്ങളെ നിഷ്പക്ഷമായി കാണുകയും നേരിട്ട് കണ്ടും കേട്ടും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഏതൊരു സാധാരണക്കാരനും വസ്തുത എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം. ജന്തർ മന്ദറിലെ സമരം ആരുടെ ഭാഗത്താണ് നിൽക്കേണ്ടതെന്നും അവനറിയാം. ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഭാഗത്താണ് ന്യായമുള്ളത് എന്ന യാഥാർത്ഥ്യം ബോധമുള്ള ഏവർക്കും മനസ്സിലാകുന്ന ഒന്ന് തന്നെയാണ്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ രാജ്യദ്രോഹികളാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ പ്രൊപ്പഗൻഡകൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കാതെ സത്യത്തിന്റെ വശത്ത് നിൽക്കാൻ തയ്യാറായ വിസ്മയയുടെ നിലപാട് അതിനാൽ തന്നെ ഏറെ വിലമതിക്കേണ്ടതാണ്. തനിക്ക് നേരെ വന്ന എല്ലാ വിമർശനങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും തന്റെ ഉറച്ച നിലപാടുകളിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും മറുപടി നൽകിയ വിസ്മയ ജനാധിപത്യത്തിൽ പൗരന്റെ ശബ്ദം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മളെ ഏവരെയും ഓർമ്മിപ്പിക്കുക കൂടിയാണ്. സ്വന്തം അച്ഛന്റെ വലിയ പ്രതിച്ഛായയുടെ തണലിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സ്വന്തമായ കാഴ്ചപ്പാടുകളും രാഷ്ട്രീയ ബോധ്യവുമുള്ള സ്വതന്ത്ര വ്യക്തിയായി മാറി ചിന്തിക്കാൻ വിസ്മയ കാണിച്ച ഈ ആർജവം അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. മാധ്യമ വിചാരണകൾക്കും സൈബർ ആക്രമണങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും മുന്നിൽ തലകുനിക്കാതെ താൻ വിശ്വസിക്കുന്ന സത്യത്തിനും നീതിക്കും വേണ്ടി ഉറച്ചു നിൽക്കുന്ന വിസ്മയ മോഹൻലാലിന്റെ ഈ നിലപാട് മലയാളികൾക്കിടയിൽ എന്നും ഓർമ്മിപ്പിക്കപ്പെടും. അതുപോലെ തന്നെ ഇപ്പോൾ അടികിട്ടിയ മേജർ രവിയുടെ ഇപ്പോഴത്തെ നിലപാടും ഓർമ്മിപ്പിക്കപ്പെടും. സാരോപദേശങ്ങളിലൂടെ മറ്റുള്ളവരെ തിരുത്താൻ വന്ന മേജർ രവിയെ പോലുള്ളവർക്കുള്ള ഏറ്റവും വലിയ മറുപടി തന്നെയാണ് വിസ്മയുടെ ഈ ഒരൊറ്റ നിലപാട്. അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയോ ഏതെങ്കിലും നേതാവിന്റെ അനുമതിയോ ആവശ്യമില്ല എന്നും മനുഷ്യത്വവും നട്ടെല്ലും മാത്രം മതിയെന്നും വിസ്മയ മോഹൻലാൽ നമ്മളെ പഠിപ്പിക്കുക കൂടിയാണ്. ഇനി നിങ്ങൾ പറയൂ, വിസ്മയ ശരിക്കും ആരാണ്? അവർ രാഷ്ട്രീയമില്ലാത്ത ബോധമില്ലാത്ത ഒരു പെൺകുട്ടിയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ എഴുതൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.